നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കമ്മീഷണർ വല്ലാത്തൊരു പ്രതിഭാസം ആവുകയാണല്ലോ ഏട്ടാ. കമ്മീഷണറാണ് എല്ലാത്തിന്റെയും പുറകിലെന്ന് കരുതി നമ്മൾ അഞ്ജനാമ്മയെ കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് അറിയുന്നു ആള് മരിച്ചുപോയിന്ന്. ഇപ്പതാ ജീവിച്ചിരിക്കുകയും നമ്മുടെ കുടുംബത്തിനെ ലക്ഷ്യം വെച്ച് ഓരോന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അച്ഛമ്മയെ അയാളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചതോടെ അയാൾക്ക് പക കൂടും. നമ്മളെ തകർക്കാൻ ഇനി അയാൾ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തും. പക്ഷെ അജുവേട്ടാ, കമ്മീഷണർ അന്വേഷിക്കുമ്പോ അയാൾക്കറിയാൻ പറ്റില്ലേ അഞ്ജനാമ്മ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അയാളൊന്ന് തണുക്കാനും സാധ്യതയുണ്ട്. കമ്മീഷണർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അഞ്ജനാന്റെ അറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? കമ്മീഷണർ അല്ല, അഞ്ജനാമ്മയ്ക്ക് മനസ്സിലിപ്പോ റാണിയേ ഉള്ളൂ. ആണ്ടവനെ വിളിച്ച് തട്ടിക്കൊണ്ടുവന്നെന്ന് ഒരു നാടകമൊക്കെ നടത്തിയിരുന്നല്ലോ. ചിലപ്പോ അഞ്ജനാമ്മയ്ക്ക് വ്യക്തമായി കാണും കമ്മീഷണർ തന്നെ ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. അതുമല്ല, ഇനി സത്യങ്ങളൊന്നും ഒളിച്ചു വെക്കാതിരിക്കുന്നതാ നല്ലത്. പൂജേച്ചി പറയുന്നതും സത്യമായിട്ടാ. എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. മറ്റാർക്കും ഒരു അപകട സൂചന കൊടുത്ത് പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ട. പൂജ പറഞ്ഞ പോലെ കമ്മീഷണറുടെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും നല്ലതാ. നാമേ കാപ്പി. മാധുരി, എന്താമ്മേ? നീ ഇവിടെ ഇരിക്ക. എന്താമ്മേ? ഞാൻ ഇവിടെ എല്ലാവരെയും വിഷമിപ്പിച്ചു. പക്ഷേ എനിക്ക് കൂടുതൽ വേദന ഞാൻ കാരണം നീ വിഷമിച്ചതില്ല. അയ്യോ, അമ്മയെന്ന് വിളിച്ച് എന്റെ നിഴല് പോലെ കൂടെ നിന്നവളാ നീ.